ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട വിഭജികയുടെ ശരീരത്തിലെ ചില അവയവങ്ങൾ നീക്കം ചെയ്തതായി സൂചന. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലാണ് കണ്ടെത്തൽ. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ദുബായിലെ ഇന്ത്യൻ എംബസിയെ അറിയിക്കാനും നീക്കം ആരംഭിച്ചു. ഷാർജയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് വിഭജികയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിച്ചത്. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റീപോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. ശരീരത്തിൽ മുറിവുകളും ചതവുകളും ഒന്നിലധികം ഭാഗങ്ങളിൽ കണ്ടെത്തി. ആന്തരികാവയവങ്ങളിൽ ചിലത് നീക്കം ചെയ്തതായും വിവരമുണ്ട്. ഷാർജയിലെ പോസ്റ്റ്മോർട്ടത്തിലായിരിക്കാം ഇത് സംഭവിച്ചിരിക്കുന്നതെന്നാണ് സൂചന. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എംബസിയെ അറിയിക്കും. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലുടൻ കേസിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കും. വിഭജികയുടെ മകൾ വൈഭവിയുടെ ഷാർജയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. വിഭജികയെ ഷാർജയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. അതേസമയം വിഭജികയുടെ ഭർത്താവ് നിതീഷിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. നിതീഷിന്റെ മൊഴി കേസിൽ നിർണായകമാണ്. ഡിജിറ്റൽ തെളിവുകളിലെ വിവരങ്ങൾ ഗൌരവകരമാണ്. ഈ സാഹചര്യത്തിലാണ് നിതീഷിനെയും പിതാവിനെയും സഹോദരിയെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തത്. ന്യൂസ് മലയാളം, കൊല്ലം.